സർക്കാരും ദേവസ്വം ബോർഡും എന്തിനാണ് CBI അന്വേഷണത്തെ ഭയപ്പെടുന്നത്? എന്തിനാണ്? ഇതിൽ പുറത്തു നിന്ന് വിഹരിക്കുന്ന പലരും അകത്ത് കിടക്കേണ്ട അവസ്ഥ തന്നെ ഉണ്ടാകും. ദേവൻ്റെ ഒരു വിഷയങ്ങളിൽ തന്ത്രി അതിനകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% നമ്മൾ അതിന് യോജിക്കുന്നു. ഒരു ക്ഷേത്രത്തിൽ ഭരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് ആകുമ്പോൾ തന്ത്രിക്ക് മൗനം പാലിച്ചേ പറ്റും. കുറ്റാരോപിതനാണെങ്കിലും അറസ്റ്റ് ചെയ്യുന്നതിന് ശേഷം തെളിവ് കണ്ടെത്താൻ വേണ്ടിയുള്ള ഓട്ടമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതല്ലല്ലോ നിയമം. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവരെ SIT സംഘം അറസ്റ്റ് ചെയ്തത്. ഇതിന് പിന്നാലെ തന്ത്രിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ട് നിരവധി പേർ രംഗത്ത് വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് അഖില തന്ത്രി പ്രചാരക് സഭയുടെ ഭാരവാഹികൾ. നമ്മുടെ സഭ ആവശ്യപ്പെടുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ സത്യാവസ്ഥ പുറത്തു വരണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ആചാരലംഘനം നടന്നു എന്ന് പറഞ്ഞൊരു തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന രീതി നമുക്ക് വേദനാജനകം തന്നെയാണ്. നമ്മുടെ ഹൈന്ദവ സമൂഹത്തിന് തന്നെ അത് വേദനാജനകം തന്നെയാണ്. കാര്യം അനുജ്ഞ വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞാണ് ഒരു പോയിൻ്റ് അറസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കൂടാതെ തന്നെ ഇന്ന് പലയിടത്തും നമ്മൾ കാണുന്നൊരു രീതി നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇന്ത്യൻ പൗരനെന്ന നിലയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്ത് തന്നെയാണ് ഞാൻ ജീവിക്കുന്നില്ലെങ്കിൽ നമ്മളെല്ലാം ജീവിക്കും. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഇന്ത്യൻ പീനൽ ആക്ട് അനുസരിച്ച് ഇപ്പോൾ പലയിടത്തും നമ്മൾ കാണുന്ന അറസ്റ്റ് ചെയ്തതിന് ശേഷം കുറ്റാരോപിതനാണെങ്കിലും അറസ്റ്റ് ചെയ്യുന്നതിന് ശേഷം തെളിവ് കണ്ടെത്താൻ വേണ്ടിയുള്ള ഓട്ടമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതല്ലല്ലോ നിയമം. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ അറസ്റ്റ് ചെയ്യേണ്ടത്. ഒരാൾ കുറ്റക്കാരനാണെന്നുള്ള മുഴുവൻ തെളിവ് ലഭിച്ചതിന് ശേഷം മാത്രം അറസ്റ്റ് ചെയ്യുക. അത് ഹൈക്കോടതി ആ ഒരു നിയമം കൊണ്ടുവരണം തീർച്ചയായും. പിന്നെ കൂടാതെ തന്നെ നോട്ടീസ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അറസ്റ്റ് ചെയ്യുമ്പോൾ നോട്ടീസ് കൊടുക്കണമെന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഒരു നിലപാട് ഒരിടത്തും നമ്മൾ കാണുന്നില്ല. ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നു, ഉടനെ അറസ്റ്റ്. അപ്പോൾ അതൊന്നും ഒരു നല്ല രീതിയിലുള്ള നിലപാടല്ലെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം. എന്തായാലും നല്ല രീതിയിലുള്ളൊരു നിയമ നടപടി കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് CBI അന്വേഷണമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്ന് ഹൈക്കോടതിയിൽ റിറ്റ് ഫയൽ ചെയ്യുന്നുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ. അപ്പോൾ ഇന്ന് ഇത്ര സമയമായിട്ട് ഇന്നിപ്പോൾ ഒപ്പിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ കൃഷ്ണമൂർത്തി അഡ്വക്കേറ്റിനെ കൊണ്ട് ഒരു റിറ്റ് ഫയൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഹൈന്ദവ സമൂഹത്തിന് തന്നെ സഹായമായൊരു നിയമ നടപടി തന്നെ മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് വിശ്വാസം. എന്തായാലും CBI അന്വേഷണത്തിലൂടെ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും, ഒരു സംശയവുമില്ല. സർക്കാരും ദേവസ്വം ബോർഡും എന്തിനാണ് CBI അന്വേഷണത്തെ ഭയപ്പെടുന്നത്? എന്തിനാണ്? അത് വേണ്ടാന്ന് പറഞ്ഞ് എതിർക്കുന്നത് എന്തിനാണ്? ഇന്നലെ ഇഡിക്ക് ഇന്നലെ ഹൈക്കോടതി കേസ് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് പേപ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ CBI അന്വേഷണം കൂടെ ആകുമ്പോൾ ശക്തമായുള്ള നിയമ നടപടികൾ തന്നെ ഉണ്ടാകും. ഇതിൽ പുറത്തു നിന്ന് വിഹരിക്കുന്ന പലരും അകത്ത് കിടക്കേണ്ട അവസ്ഥ തന്നെ ഉണ്ടാകും. എല്ലാം അയ്യപ്പൻ്റെ അനുഗ്രഹം പോലെ നടക്കട്ടെ. സ്വാമിയെ ശരണം അയ്യപ്പൻ. ഈ തന്ത്രിയെ മാത്രം കൊടുക്കുന്ന അത്തരത്തിലൊരു സംശയം ഇത് ഉണ്ട് ഇല്ലാതല്ല. തന്ത്രിയെ കൊടുക്കുകയെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹം, ഞാൻ മാത്രമല്ല, ഹൈന്ദവ സമൂഹം, വിശ്വാസികളായ ഹൈന്ദവ സമൂഹത്തിൻ്റെ വിശ്വാസം അത് തന്നെയാണ്. കാര്യം മകരവിളക്കിനോടനുബന്ധിച്ച് ഇല്ലെങ്കിൽ ഇലക്ഷൻ അടുത്തു വരുന്നു. അപ്പോൾ അതോടനുബന്ധിച്ച് ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആർക്കും സംശയിക്കാം. ഏതൊരു വ്യക്തിക്ക് സംശയിക്കാം, അഭിപ്രായം പറയാം. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ തന്നെയാണ്. അവിടെ ധൈര്യമായിട്ട് നമുക്ക് അഭിപ്രായം പറയാം. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത നമ്മൾ ചിന്തിക്കാതിരിക്കുന്നതിൽ ഒരു തെറ്റും പറയാനില്ല. ആരെയാലും ചിന്തിച്ചു പോകും. അപ്പോൾ അദ്ദേഹത്തിനെ കുടുക്കിയത് തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലങ്ങളായിട്ട് അദ്ദേഹത്തിനൊരു ബ്ലാക്ക് മാർക്കില്ല. ഇത്രയും വർഷമായിട്ട് ശബരിമല തന്ത്രിയിലൊരു ബ്ലാക്ക് മാർക്കില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ പെട്ടെന്നൊരു ഇത് പറയുക അല്ലെങ്കിൽ ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ സത്യം, അദ്ദേഹം നിരപരാധിയാണ്. അനുജ്ഞ കൊടുത്തില്ല, നമ്മുടെ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹത്തിനെ ഉടനെ തന്നെ റിമാൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ പിന്നെ അതിനുശേഷം 8 മണിക്കൂറുള്ള അദ്ദേഹത്തിൻ്റെ ചെങ്ങന്നൂരുള്ള മഠത്തിൽ പോയി കാര്യങ്ങൾ പരിശോധിച്ചിട്ട് എന്തുകൊണ്ടാണ് ഒന്നും ഇതുവരെ ഒരു ഇതും കിട്ടിയിട്ടില്ലെന്നാണ് അറിവ്. അപ്പം അങ്ങനെയൊക്കെയുള്ള വിഷയം വരുമ്പോൾ നമുക്ക് SIT സംഘം പറഞ്ഞത് ഈ തന്ത്രിയുടെ അറസ്റ്റ് അനിവാര്യമായിരുന്നു, കാരണം അനുജ്ഞ വാങ്ങിയില്ല. അതുകൂടാതെ ഈ മൗനാനുവാദം ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് നൽകിയത്. സ്വർണ്ണക്കൊള്ളയ്ക്ക് മൗനാനുവാദം കൊടുത്തെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം ഒരു ക്ഷേത്രത്തിൽ ഭരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് ആകുമ്പോൾ തന്ത്രിക്ക് മൗനം പാലിച്ചേ പറ്റും. കാര്യം അദ്ദേഹം ആചാരാനുഷ്ഠാനങ്ങൾ മാത്രം സംരക്ഷിക്കേണ്ട വ്യക്തി ആയതുകൊണ്ട് അവിടുത്തെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണെന്നുള്ള ഒരു സംസാരം വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം മൗനം പാലിച്ചേ പറ്റും. അതൊരു ഏത് ക്ഷേത്രത്തിൽ തന്ത്രിയാണെങ്കിലും ഞാൻ പറയുകയാണ്, ഉദാഹരണം നമുക്ക് തന്ത്രമുള്ളതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കമ്മിറ്റി ഭാരവാഹികളാണ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഭരണസമിതി. നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളും സംരക്ഷണം മാത്രമേ തന്ത്രിയിൽ നിക്ഷിപ്തമുള്ളൂ എന്ന് തന്നെയാണ് എല്ലായിടത്തും തന്ത്രശാസ്ത്രത്തിൽ പോലും പറഞ്ഞിട്ടുള്ളത്. ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കുക, ഭഗവാനെ സംരക്ഷിക്കുക, ക്ഷേത്രത്തിലെ ദൈനംദിന കാര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ തന്ത്രിയുടെ ഉത്തരവാദിത്തമായിട്ടുള്ളത്. ഈ ഹൈക്കോടതിയിൽ നൽകിയ ഈ പരാതിയിൽ എന്താണ് കൃത്യമായി നിങ്ങൾ പറയുന്നത്? നമ്മൾ ഈ പരാതി പറയുന്നത്, ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത് വളരെ ശക്തമായിട്ടുള്ള അന്വേഷണമാണ്, നമുക്കതിൽ ഉറച്ച വിശ്വാസമുണ്ട്. പക്ഷേ അതിനേക്കാട്ടും അപ്പുറത്തേക്കുള്ള ഒരു അന്വേഷണം കൂടെ വേണം.
കാരണം പറഞ്ഞാൽ ഇതിനുള്ളിൽ മാത്രം അടങ്ങിയിട്ടുള്ള ഒരു സംഭവമല്ല ഇതെന്നാണ് നമ്മളൊരു വിശ്വാസം. കാരണം പറഞ്ഞാൽ ശബരിമല പോലുള്ള ഇത്രയും വൻ സുരക്ഷ ഉള്ള ഒരു ക്ഷേത്രത്തിൽ ഇത്രയും വളരെ ഒരു കൃത്യമായിട്ടും ഒരു വളരെ നല്ല രീതിയിൽ ഉള്ള ഒരു കബളിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ചെറിയ രീതിയിലുള്ള അല്ലാതാണ് നമ്മുടെ ഒരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. തന്ത്രി അഥവാ തെറ്റുകാരനാണെങ്കിൽ എന്താണ്? തന്ത്രി എന്നല്ല, സഭയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ തന്ത്രിമാരായാലും കൂടെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിൽ ഇരുന്നത് കൊണ്ട് ദേവൻ്റെ ഒരു വിഷയങ്ങളിൽ തന്ത്രി അതിനകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% നമ്മളതിന് യോജിക്കുന്നു. കാരണം അതിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ തന്ത്രിയുടെ ഉത്തരവാദിത്വം ഉണ്ടെന്ന് വെച്ചാൽ ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിൽ ഇടപെടാൻ അദ്ദേഹത്തിന് പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് ക്ഷേത്രത്തിലെ ഒരു തന്ത്രിയാണെങ്കിൽ കൂടെ ഒരു ക്ഷേത്രത്തിൽ തന്ത്രി ട്രസ്റ്റിൻ്റെ തന്ത്രിയാണ്. അദ്ദേഹം ചെയർമാനും പ്രസിഡൻറ്റും പറയും നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, നമ്മൾക്കറിയാം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എതിർത്ത് കഴിഞ്ഞാൽ തന്ത്രി പുറത്താണ്. ഇതാണ് ഇന്നത്തെ റൂട്ട്. അടുത്ത തന്ത്രിയെ അവർ കൊണ്ടുവരും, അവർ വയ്ക്കും. ഞാൻ പല ക്ഷേത്രങ്ങളും തന്ത്രിയായിരുന്നു, ഇപ്പോൾ തന്ത്രി സ്ഥാനത്ത് ഇല്ലാത്ത ക്ഷേത്രങ്ങളുമുണ്ട്. നമ്മളിതിനെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ പുറത്താക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ചില തന്ത്രിമാർ ഇതിനെതിരെ മൗനം പാലിക്കുന്നത് എന്താ പറയുമ്പോൾ കണ്ടാൽ കൂടെ ശരി എന്തോ ആയിക്കൊണ്ട് പോട്ടെന്ന് ചോദിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതിൻ്റെ മുകളിൽ ദേവസ്വം മന്ത്രിയുണ്ട്, പല ആൾക്കാരും ഉണ്ട്. അവർക്കൊരു കാരണം ഉണ്ടാക്കി തന്ത്രിയെ പുറത്താക്കാൻ വലിയ കാരണമൊന്നുമില്ല. ഇന്നത്തെ ഈ ചുറ്റുപാടിൽ വളരെ എളുപ്പമായിട്ട് നടക്കുന്നൊരു കാര്യമാണ് അത്. പിന്നെ തന്ത്രി ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ 100% നമ്മളതിനെ അനുകൂലിക്കുന്നില്ല, അതിന് ശക്തമായി പ്രതികൂലിച്ചാണ് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ തന്ത്രിക്ക് ഒരു കർത്തവ്യമുണ്ട്, അത് ഒരിക്കലും പാലിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്ന പക്ഷം തീർച്ചയായിട്ടും അതിനെ ദേവസ്വം ബോർഡിന് റിട്ടേൺ ആയിട്ടൊരു കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള അധികാരമുണ്ട്. ആ കംപ്ലയിൻറ്റിൻ്റെ കോപ്പി ഇദ്ദേഹം സൂക്ഷിക്കുക. ഇന്ന സംഭവം അവിടെ നടന്നിട്ടുണ്ട്, അതെന്താണ്, നിങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിട്ടേൺ ആയിട്ട് കംപ്ലയിൻറ്റ് ദേവസ്വം കമ്മീഷണർക്കോ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്കോ കൊടുക്കേണ്ട അധികാരം തന്ത്രിക്കുണ്ട്. ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെയാണ് ഇക്കഴിഞ്ഞ ദിവസം ഈ മല അരയർ ഈ ശബരിമല തങ്ങൾക്ക് വിട്ടു നൽകണമെന്നുള്ളൊരു പ്രസ്താവന നൽകിയത്. അതിനെങ്ങനെയാണ് നോക്കുന്നത്? അതിന് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ കാണുന്നത് കുറച്ച് ദിവസമായിട്ട് കാണുന്നത്, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച ആചാരാനുഷ്ഠാനങ്ങളുടെ ഒരു എന്തോ പറയുന്നത് അതിനെതിരെയുള്ള ശക്തമായൊരു യുദ്ധമാണ് കാണുന്നത്. കാര്യം ബ്രാഹ്മണർക്കെതിരെയുള്ള ജിഹാദി ആക്രമണമാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, എവിടെ നടക്കുകയാണെങ്കിലും അവസാനം ബ്രാഹ്മണരുടെ തലയിൽ കൊണ്ടുവയ്ക്കുക. സുരേഷ് ഗോപി ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്ന് പറഞ്ഞ് അതിനും ബ്രാഹ്മണർക്കായി. അറിയാമല്ലോ, അതിന് നമ്മുടെ ഡയറക്ടർ കമാൽ വേണ്ട വിഷയം ഉണ്ടാക്കി അതിനും കേസ് കൊടുത്ത ഞാനാണ്, കമ്മീഷൻ ഓഫീസിൽ കേസ് ഫയൽ ചെയ്ത് ഞാനാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് നടന്നാലും അവസാനം ബ്രാഹ്മണരുടെ തലയിലാണ് വരുന്നത്. തീർച്ചയായിട്ടും അതിനെതിരെ ശക്തമായൊരു നടപടി തന്നെ ഹൈക്കോടതി കൊണ്ടുവരണം. കാര്യം ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനം നടന്നു കഴിഞ്ഞാൽ അത് ബ്രാഹ്മണരാണ് ചെയ്തതെന്നുള്ളൊരു നിലപാട് പൂർണ്ണമായിട്ട് മാറണം. ഇന്ന് കാലങ്ങളായിട്ട് ബ്രാഹ്മണർ തന്നെയാണ് അവിടെ തന്ത്രം. അപ്പോൾ എഴുത്തുകുത്തനുസരിച്ച് ഇന്ന് ഈ കാലഘട്ടം ഇപ്പോൾ ഈ വിഷയങ്ങൾ പുറത്ത് വരുന്നത് വരെ ഇപ്പോഴും താഴ്മൺ കുടുംബം തന്നെയാണ് ശബരിമല തന്ത്രം. അവരെ മാറ്റി നിർത്തിയല്ല അവിടുത്തെ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനൊരു സംശയത്തിൻ്റെ നിഴലിൽ അദ്ദേഹം അകത്തായെങ്കിൽ പോലും അവിടുത്തെ തന്ത്രം താഴ്മൺ കുടുംബം തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു വിഷയം നടക്കുമ്പോൾ ഉടനെ ബ്രാഹ്മണരായിട്ടുള്ള തന്ത്രിമാരെ എല്ലാം പുറത്താക്കിയിട്ട് ഞങ്ങൾക്ക് തിരിച്ചു തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെ അവിടെ നടന്നു വന്ന കാര്യങ്ങളിലൊന്നും ഇത് ചെയ്ത ആൾക്കാരോ ചെയ്യിപ്പിച്ച ആൾക്കാരും ബുദ്ധിയില്ലാത്ത ആൾക്കാരല്ല എന്നും കൂടെ മനസ്സിലാക്കുക. എന്തായാലും നിർണായകമായൊരു ഹർജിയാണ്, പരാതിയാണ് കോടതിയിൽ നിലവിലിപ്പോൾ ഈ ഒരു സംഘടന നൽകിയിരിക്കുന്നത്. അതുകൂടാതെ തന്ത്രി കണ്ഠരര് രാജീവര് തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അഴി എണ്ണേണ്ടതുണ്ട് എന്നും ഇവർ വ്യക്തമാക്കുന്നു. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.